Dear students, third sem BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ പാർട്ട് 13 വീഡിയോ. Exercises. Find out quartile deviation and coefficient of quartile deviation of the following series: 170, 82, 110, 100, 150, 120, 200, 116, 250. കുറേ വാല്യൂസ് തന്നു. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം. വാല്യൂസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഇൻഡിവിജ്വൽ സീരീസാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കാണണം. അപ്പോൾ Q1 വേണം, Q3 വേണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വാല്യൂസ് അറേഞ്ച് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. റൈറ്റിംഗ് ദ ഗിവൺ വാല്യൂസ് ഇൻ ascending order: 82, 100, 110, 116, 120, 150, 170, 200, 250. ഇനി നമുക്ക് Q1 കാണണം, Q3 കാണണം. Q1 എന്ന് വെച്ചാൽ എന്താണ്? n+1/4 ഐറ്റം. Q1 ഈക്വൽ ടു n+1/4 ഐറ്റം. 9+1/4 ഐറ്റം ഈക്വൽ ടു 2.5. 2.5 ഐറ്റം. That is second item plus third item divided by 2. നമ്മൾ അറേഞ്ച് ചെയ്തതിൽ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിൽ സെക്കൻഡ് ഐറ്റം പ്ലസ് തേർഡ് ഐറ്റം ബൈ 2. 100 plus 110 by 2, 105. Q1 ആയി. ഇനി Q3 ഈക്വൽ ടു 3 into n+1/4 ഐറ്റം. n+1/4 സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ 2.5 ആണ് കിട്ടിയത്. അപ്പോൾ 3 into n+1/4 എന്ന് പറഞ്ഞാൽ 3 into 2.5, 7.5 equal to 7th item plus 8th item by 2. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിൽ 7th plus 8th, 7th item plus 8th item by 2. 250 9th ആണ്, 8th 7th. അപ്പോൾ 170 plus 200 by 2 equal to 185. അപ്പോൾ Q1 105, Q3 185. അപ്പോൾ ഗിവൺ വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. n+1/4 ഐറ്റം Q1, 3 into n+1/4 ഐറ്റം Q3. ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 minus Q1 by 2. 185 minus 105 divided by 2, 80 divided by 2, 40. Coefficient of quartile deviation Q3 minus Q1 by Q3 plus Q1 equal to 185 minus 105 by 185 plus 105. 80 by 290, 8 by 29, 0.276. Quartile deviation ആയി, coefficient of quartile deviation ആയി. Find quartile deviation and coefficient of semi-interquartile range. സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ തന്നെയാണ്. ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം. ഏജ് 57, 59, 60, 61, 62, 63, 64, 66, 68. Number of people: 15, 20, 32, 35, 33, 22, 20, 10, 8. ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. എക്സ് എഫ് രണ്ട് കാര്യങ്ങൾ തന്നിരിക്കും. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ എക്സ് എഫ്, അടുത്ത കോളം കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം. അതിനുശേഷം Q1 ക്യാപിറ്റൽ n+1/4 ഐറ്റം വെക്കണം. അതുപോലെ Q3 3 into n+1/4 ഐറ്റം. ആ ഫോമുല ഉപയോഗിച്ചിട്ട് കാണണം. Q1 ഉം Q3 കാണാൻ നേരത്തെ പോലെ Q3 minus Q1 by 2 ക്വാർട്ടൈൽ ഡീവിയേഷൻ. Q3 minus Q1 by Q3 plus Q1 ആയാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ അതിനുള്ള ടേബിൾ ഉണ്ടാക്കാം. ഏജ് 57, 59, 60 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫ്രീക്വൻസി 15, 20, 32, 35, 33, 22, 20, 10, 8. അതുപോലെ അടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാൽ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്ത് ഇങ്ങനെ പോവുക. ആദ്യത്തെ 15, പിന്നെ 15 ഉം 20 ആഡ് ചെയ്ത് 35, പിന്നെ 15, 20, 32 ആഡ് ചെയ്ത് 67. ആ രീതിയിൽ 15 15 ഉം 20 ആഡ് ചെയ്താൽ 35,
15 plus 20 plus 32, 67. 15 plus 20 plus 32 plus 35, 102. ആ രീതിയിൽ ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ഉണ്ടാക്കാം. ഇനി നമുക്ക് കാണേണ്ടത് ക്യാപിറ്റൽ N പ്ലസ് 1/4 ആണ്. ക്യാപിറ്റൽ N വെച്ചാൽ 195 ആണ്. Q1 സൈസ് ഓഫ് N പ്ലസ് 1/4 ഐറ്റം, സൈസ് ഓഫ് 195 പ്ലസ് 1/4 ഐറ്റം. 195 plus 1, 196 divided by 4, 49. അപ്പോൾ സൈസ് ഓഫ് 49th ഐറ്റം. 49th ഐറ്റം ഇതിലേതാണ്? ഇവിടെ 15, 35, ഇവിടെ 67. അപ്പോൾ 36 മുതൽ 67 വരെ, 36 മുതൽ 67 വരെയുള്ള ഐറ്റംസ് 60 ആണ്. 57 വയസ്സുള്ള 15 പേരുണ്ട്, 59 വയസ്സുള്ള 20 പേര്, 60 വയസ്സുള്ള 32 പേര്. അപ്പോൾ 49ാമത്തെ ആളുടെ ഏജ് എന്തായിരിക്കും? ആദ്യത്തെ 15 പേരുടെ ഏജ് 57 വയസ്സാണ്. 16 മുതൽ 35 വരെ 59 ആണ്. 36 മുതൽ 67 വരെ, 36 മുതൽ 67 വരെ എന്ന് പറഞ്ഞാൽ അതിലാണ് 49 വരിക. അപ്പോൾ 36ാമത്തെ ആളുടെ ഏജ് 60, 36ാമത്തെ ആളുടെ ഏജ് 60, അങ്ങനെ 67ാമത്തെ ആളുടെ ഏജും 60 ആണ്. അപ്പോൾ 49 വരുന്നത് 60 തന്നെ വരിക. 49ാമത്തെ ആളുടെ ഏജ് 60 തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ 60. ഇനി Q3 സൈസ് ഓഫ് 3 into N plus 1/4 ഐറ്റം. N plus 1/4 സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ അങ്ങനെ 49 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് 3 into 49th എന്ന് പറയുമ്പോൾ 147th ഐറ്റം ഈക്വൽ ടു 147th. 135ാമത്തെ ആളുടെ പ്രായം 62 വയസ്സാണ്. 136ാമത്തെ ആളുടെ പ്രായം 63. 137 ആണെങ്കിൽ 63. അങ്ങനെ 157ാമത്തെ ആളുടെ പ്രായവും 63 ആണ്. ഇവിടെ നമുക്ക് 147ാമത്തെ ആളുടെ പ്രായമാണ് അറിയേണ്ടത്. 147ാമത്തെ ആളുടെ പ്രായം എന്തായിരിക്കും? 63. അതിൽ തന്നെ വരും. 157ലാണ് വരിക. 135 കഴിഞ്ഞാൽ പിന്നെ 157 ആണ്. അപ്പം 136 മുതൽ 187 വരെ ഇതിനകത്താണ്. 147 ഇവിടെയാണ് വരിക. അപ്പം 147ാമത്തെ ആളുടെ ഏജ് 63. അപ്പോൾ Q1 എന്ന് പറയുന്നത് 60, Q3 63. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 minus Q1 by 2. Q3 63, Q1 60. 63 minus 60 by 2, 3 by 2, 1.5. Coefficient of quartile deviation Q3 minus Q1 by Q3 plus Q1. 63 minus 60 by 63 plus 60. 3 by 123, 0.024. അപ്പോൾ എല്ലാം ആയി. Find quartile deviation and interquartile range of the following series. Find quartile deviation and interquartile range of the following series. Age 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. Number of persons 4, 10, 15, 20, 11. ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് ടേബിൾ ഉണ്ടാക്കണം. ടേബിൾ അതുപോലെ തന്നെ ഏജ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. Frequency 4, 10, 15, 20, 11. Cumulative frequency 4, 4 plus 10, 14, 4 plus 10 plus 15, 29, 4 plus 10 plus 15 plus 20 to 49, then 60. Cumulative frequency column ഉണ്ടാക്കി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് Q1 ഈക്വൽ ടു L പ്ലസ് N/4 മൈനസ് CF ഇൻറ്റു C/F. L എന്ന് പറയുന്നത് Q1 ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ Q1 ക്ലാസ് കണ്ടെത്തണം. Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കണ്ടെയ്നിങ് ദി N/4th ഐറ്റം എന്നാണ്. N ഇവിടെ 60 ആണ്. ക്യാപിറ്റൽ N/4, 60/4 ഈക്വൽ ടു 15. Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് കണ്ടെയ്നിങ് ദി N/4th ഐറ്റം. N/4 15 ആണ്. അപ്പോൾ ക്ലാസ് കണ്ടെയ്നിങ് ദി 15th ഐറ്റം. 15th ഐറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലാസ്. ആദ്യത്തെ 4 ഐറ്റംസ് 0 to 20 ആണ്. 5 to 14 വരെ രണ്ടാമത്തെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം 14 ആണ്. അപ്പോൾ അതുകൊണ്ട് 4 കഴിഞ്ഞാൽ പിന്നെ 14 ആണ്. 5 to 14 അഞ്ചാമത്തെ ഐറ്റം 20 to 40,
ആറാമത്തെ 20 to 40, അങ്ങനെ 14th ഐറ്റവും 20 to 40 എന്നാണ് വരിക. നമുക്ക് 15th ഐറ്റമാണ്. 15th ഐറ്റം ഇവിടെ വരിക. 15th ഐറ്റം 40 to 60 എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ Q1 ക്ലാസ് കണ്ടെയ്നിങ് ദ 15th ഐറ്റം. ഇവിടെ 14 വരെ ഇവിടെയാണ്. 15 to 29 ഇവിടെ വരെ. 15th ഐറ്റം, 16th ഐറ്റം, അങ്ങനെ 29th ഐറ്റം വരെ ഈ ഒരു ക്ലാസ്സിലാണ്. 40 to 60 എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ Q1 ക്ലാസ് കണ്ടെയ്നിങ് ദ 15th ഐറ്റം ഈസ് 40 to 60. L equal to lower limit of Q1 class 40. CF cumulative frequency of the class just preceding the Q1 class. Q1 ക്ലാസ്സിന് തൊട്ട് മുൻപുള്ള ക്ലാസ്സിൻ്റെ cumulative frequency 14. C class width of the Q1 class. ഇവിടെ 40 to 60 ആണ് ക്ലാസ്. 60 നിന്ന് 40 മൈനസ് ചെയ്താൽ 20. C 20. F frequency of the Q1 ക്ലാസ്. Q1 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 15. കിട്ടി, എല്ലാം കിട്ടി. ഇനി ഫോർമുല എഴുതാം. Q1 equal to L plus N/4 minus CF into C/F. Q1 equal to L plus N/4 minus CF into C/F. L 40 ആണ്. 40 plus N/4 15. 15 minus CF 14. 15 minus 14 into C. C ഇവിടെ 20 ആണ്. 20 by F 15. 40 plus 15 14 minus ചെയ്താൽ 1. 1 into 20 20 by 15. 20 by 15. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാമെങ്കിൽ 4 by 3 എന്ന് വരും. അതല്ലെങ്കിൽ 20 by 15, 40 by 30, 4 by 3, 1.33. 40 plus 1.33, 41.33. ഇനി അടുത്ത് Q3 കാണാം. 3n/4 കാണാം. 3 into n/4. n/4 15 ആണ്. 3 into 15 45. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ n-ന് 60 കൊടുത്താൽ 3n. n 60 ആണ്. അപ്പോൾ 3n 180. 180/4 45. Q3 class containing the 3n/4th ഐറ്റം, അതായത് 45th ഐറ്റം. 45ാമത്തെ ഇനം ഏത് ക്ലാസ്സിലാണോ അതാണ് Q3 ക്ലാസ്. ഇവിടെ 4 വരെ ഇവിടെ വരും. 5 to 14 ഇതിലാണ് വരുന്നത്. 15 to 29 ഇവിടെ വരും. 30 to 49, 30 to 49, 60 to 80 എന്നുള്ള ക്ലാസ്സിലാണ്. 30 to 49 എന്ന് പറഞ്ഞാൽ 45 ആണ് ഇവിടെ വരുന്നത്. 45th ഐറ്റം വരിക 60 to 80 എന്നുള്ള ക്ലാസ്സിലാണ്. അപ്പോൾ Q3 ക്ലാസ് ഈക്വൽ ടു 60 to 80. L lower limit of Q3 class 60. CF cumulative frequency of the class just preceding the Q3 class. Q3 ക്ലാസ്സിൻ്റെ തൊട്ട് പിന്നിലുള്ള ക്ലാസ്സിൻ്റെ CF 29. C 60 to 80 ആണ്. 80 നിന്ന് 60 മൈനസ് ചെയ്യുക 20. F frequency of Q3 class. Q3 class 60 to 20 ആണ്. അതിൻ്റെ ഫ്രീക്വൻസി 20. അപ്പോൾ F equal to 20. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. Q3 equal to L plus 3n/4 minus CF into C/F. L 60 ആണ് ഇവിടെ. 60 plus 3n/4 45 ആണ്. CF 29 ആണ്. C 20, F 20. ഈ 20 ക്യാൻസൽ ചെയ്യാം. ഈ 20യും ഈ 20യും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ 60 plus 45 minus 29, 16. 60 plus 16, 76. Then quartile deviation. Quartile deviation equal to Q3 minus Q1 by 2. 76 minus 41.33/2, 34.67/2, 17.335. ഇനി കാണേണ്ടത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ്. സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് Q3 മൈനസ് Q1 by 2. അപ്പോൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് Q3 മൈനസ് Q1. 76 minus 41.33 equal to 34.67. Find an appropriate measure of dispersion for the following data. Size up to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, over 25. Frequency 57, 256, 132, 25, 10, 12.
അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് ആവാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആവാം, മീൻ ഡീവിയേഷൻ ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം. ഇവിടെ ലോവസ്റ്റ് വാല്യൂ ഇല്ല, ഹയസ്റ്റ് വാല്യൂ ഇല്ല. അപ് ടു 5 ആണ്, ഓവർ 25 ആണ്. ആ രണ്ട് ക്ലാസ്സും ഇല്ലായിരുന്നെങ്കിൽ, അപ് ടു 5 ഇല്ല, ഓവർ 25 ഇല്ലെങ്കിൽ 5 to 10, 10 to 15, 15 to 20, 20 to 25 ആണ് ക്ലാസ് എങ്കിൽ ലോവസ്റ്റ് വാല്യൂ 5ഉം ഹയസ്റ്റ് വാല്യൂ 25ഉം ആകുമായിരുന്നു. അപ്പോൾ നമുക്ക് റേഞ്ച് വെച്ചിട്ട് കണ്ടെത്താം. ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ് അപ് ടു 5 ആണ്, അവസാനം ഓവർ 25 ആണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഇല്ല, ഹയസ്റ്റ് വാല്യൂ ഇല്ല, അതുകൊണ്ട് റേഞ്ച് കാണാൻ കഴിയില്ല. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ ആണ് കാണേണ്ടത്. മീൻ കാണണമെങ്കിൽ മിഡ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ കഴിയില്ല. പിന്നെ മീൻ ഡീവിയേഷൻ ആണെങ്കിലും കണ്ടിന്യൂസ് സീരീസിൽ മിഡ് വാല്യൂ വേണം, എല്ലാ ക്ലാസ്സിനും മിഡ് വാല്യൂ വേണം. അപ്പോൾ അപ് ടു 5 എന്ന് പറഞ്ഞെങ്കിൽ മിഡ് വാല്യൂ എങ്ങനെ കണ്ടെത്താൻ പറ്റും? കഴിയില്ല. ഓവർ 25 എന്നുള്ള ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എങ്ങനെ കാണാൻ കഴിയും? കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ ഡീവിയേഷനും കാണാൻ കഴിയില്ല. പിന്നീട് പറ്റാവുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആയിട്ട് വന്നാൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കണം. അതുപോലെ ആവറേജ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ മീഡിയൻ കണ്ടെത്തണം. ഇവിടെ നമുക്ക് കാണാവുന്നത് Q1 കാണാം, Q3 കാണുക, പിന്നീട് Q3 മൈനസ് Q1/2, Q3 മൈനസ് Q1/Q3 പ്ലസ് Q1 കണ്ടാൽ കോയഫിഷ്യൻ്റ്. ഇവിടെ കോയഫിഷ്യൻ്റ് കാണാൻ പറ്റില്ല, അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ മാത്രം കണ്ടാൽ മതി. Q3 മൈനസ് Q1/2, അപ്പോൾ Q1 കാണണം. അപ്പോൾ Q1 കാണാൻ വേണ്ടി നമുക്ക് ആദ്യം ടേബിളൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അപ് ടു 5 അങ്ങനെ എഴുതി, ഫ്രീക്വൻസി തന്ന രീതിയിൽ എഴുതി, കുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യത്തെ ഫ്രീക്വൻസി എഴുതുക, പിന്നെ ആദ്യത്തെ 2 ആഡ് ചെയ്യുക, ആദ്യത്തെ 3 ഫ്രീക്വൻസി ആഡ് ചെയ്ത് അങ്ങനെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം എഴുതി. അതിനുശേഷം ക്യാപിറ്റൽ N/4 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ N/4 കാണുക. ഇവിടെ 492/4 ആണ് 123. ഇനി എന്ത് ചെയ്യണം? Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കണ്ടെയ്നിങ് N/4th ഐറ്റം, ദാറ്റ് ഈസ് ക്ലാസ് കണ്ടെയ്നിങ് 123th ഐറ്റം. 123ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ വരിക. അതായത് ആദ്യത്തേൽ 57 ഐറ്റംസ് ആണ്. അപ് ടു 5 എന്ന് പറഞ്ഞാൽ 57 ഐറ്റംസ് ഉണ്ട്. 5 to 10 256 ഐറ്റംസ് ആണ്. 58 മുതൽ 313 വരെയുള്ള 256 വാല്യൂസാണ് 5നും 10നും ഇടയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ 123ാമത്തെ വാല്യൂ 5ൻ്റെയും 10ൻ്റെയും ഇടയിലാണ്. അപ്പോൾ Q1 ക്ലാസ് 5 to 10. ഇനി L ലോവർ ലിമിറ്റ് ഓഫ് Q1 ക്ലാസ് 5 കിട്ടി. CF എന്ന് പറഞ്ഞാൽ Q1 ക്ലാസ് 5 to 10 ആണ്, അതിൻ്റെ പിന്നിലുള്ള ക്ലാസ് അപ് ടു 5 ആണ്. ആ ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി 57. C 5 to 10 ആണ് Q1 ക്ലാസ്, അതിൻ്റെ ഡിഫറൻസ് 5. F എന്ന് പറഞ്ഞാൽ Q1 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, അതായത് 5 to 10ൻ്റെ ഫ്രീക്വൻസി 256. അത് കിട്ടി. ഇനി Q1 കണ്ടെത്തണം. Q1 ഈക്വൽ ടു L പ്ലസ് N/4 മൈനസ് CF ഇൻറ്റു C/F. 5 പ്ലസ് 123 മൈനസ് 57 ഇൻറ്റു 5/256. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 പ്ലസ് 330/256, 5 plus 1.289, 6.289. ഇനി 3n/4 കാണണം. 3n/4 എന്ന് പറഞ്ഞാൽ 3 into 492, 1476/2 equal to 369. 3n/4 ആണ്. 3 into n എന്ന് പറഞ്ഞാൽ ഇവിടെ 492 ആണ്. അപ്പോൾ 3 into 492 1476 divided by 4 369. Q3 class containing 3n/4th item. 369th item ഏത് ക്ലാസ്സിലാണെന്ന് നോക്കാം. ഇവിടെ 313 വരെ ഇവിടെ വരും. 313 5 to 10 വരും. 314th മുതൽ 455 വരെയുള്ള ഐറ്റംസ് 10 to 15 ആണ്. അപ്പോൾ 369 വരുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. 10 to 15 വരിക. 369 ഇതിൽ വരും. 314 തൊട്ട് 445 വരെ ഇതിലാണ്. അപ്പോൾ 369th ഐറ്റം എന്ന് പറയുന്നത് 10 to 15 ക്ലാസ്സിലായിരിക്കും. അപ്പോൾ Q3 ക്ലാസ് 10 to 15. L ഇതിൻ്റെ ലോവർ ലിമിറ്റ് 10. CF Q3 ക്ലാസ്സിൻ്റെ, അതായത് 10 to 15 ക്ലാസ്സിൻ്റെ തൊട്ട് പിന്നിലുള്ള ക്ലാസ്സിൻ്റെ CF ആണ് 313. C 10 to 15 ഡിഫറൻസ് 5. F Q3 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 132.
Q3 equal to L plus 3n by 4 minus CF into C by F. Values ഓരോന്നോരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 plus 369 minus 313 into 5 by 132. 10 plus ഇത് സബ്ട്രാക്ട് ചെയ്യുക ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ 280 by 132 equal to 10 plus 2.121 10.121. Q3 കിട്ടി, Q1 കിട്ടി. കാണേണ്ടത് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ 2. 12.121 minus 6.289 by 2. 5.832 by 2. 2.916. അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. Find quartile deviation and its coefficient. Wage below 5, below 10, below 15, below 20, below 25, below 30. Number of students 4, 10, 13, 21, 33, 40. നമുക്ക് ക്ലാസ്സും ഫ്രീക്വൻസിയൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ബിലോ 5 എന്ന് വെച്ചാൽ 0 to 5 എന്നാണ്. ബിലോ 10 എന്ന് പറഞ്ഞാൽ 0 to 10. ബിലോ 15 0 to 50. Below 20 0 to 20. Below 25 0 to 25. Below 30 0 to 30. അപ്പോൾ ക്ലാസ് മാറ്റി എഴുതണം. ബിലോ 5 എന്ന് വെച്ചാൽ 0 to 5 ആണെന്ന് വിചാരിക്കുക. കാരണം വേജസ് നെഗറ്റീവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബിലോ 5 എന്ന് വെച്ചാൽ 0 to 5 എന്ന് എടുക്കുന്നത്. ക്ലാസ് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ബിലോ 30 ആയതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ് 25 to 30 നമുക്ക് എടുക്കാം. ഇനി ഫ്രീക്വൻസി എഴുതണം. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബിലോ 5 4 ആണ്. എന്ന് വെച്ചാൽ 0 to 5 4. പിന്നെ 5 to 10. 5 to 10 എങ്ങനെ കണ്ടെത്താം? ബിലോ 10 10 ആണ്, ബിലോ 5 4 ആണ്. അപ്പോൾ 5 to 10 എന്തായിരിക്കും? 10 മൈനസ് 4. 10ൽ താഴെ 10 പേരുണ്ട്. ആ 10ൽ താഴെ 10 പേരുണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൽ 4 പേര് 5ലും താഴെയാണ്. അപ്പോൾ 5നും 10നും ഇടയിൽ എന്തായിരിക്കും? 10 മൈനസ് 4 6 ആയിരിക്കും. പിന്നെ അതുപോലെ ബിലോ 15 13 ആണ്. ബിലോ 15 എന്ന് പറയുന്നത് 13 ആണ്. ബിലോ 10 10 ആണ്. അപ്പോൾ 15ൽ താഴെ 13 പേര്. 15ൽ താഴെ 13 പേരുണ്ട്. ആ 13ൽ 10 പേരും 10ൽ താഴെയാണ്. അങ്ങനെ വരുമ്പോൾ 10 to 15 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 13 മൈനസ് 10. ബിലോ 15 എന്ന് പറഞ്ഞാൽ 15ൽ താഴെ 13 പേരുണ്ട്. ഈ 13ൽ 10 പേരും 10ൽ താഴെയാണ്. 13ലെ 10 എണ്ണവും 10ൽ താഴെയാണ്. അപ്പോൾ 10ന് മുകളിൽ എത്ര ഉണ്ടാവും? 10ന് 15ൻ്റെ ഇടയിൽ 13 10 കുറയ്ക്കുക 3. അങ്ങനെയാണ് 13 മൈനസ് 10 3 കിട്ടുന്നത്. അടുത്തത് 15 to 20. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. 21 മൈനസ് 13 ചെയ്യുക 8. പിന്നെ അടുത്ത 33 മൈനസ് 21. പിന്നീട് 40 മൈനസ് 33. അങ്ങനെ എഫ് 4 6 3 8 12 7 എന്ന് കിട്ടും. പിന്നെ സി എഫ് നേരത്തെ പോലെ തന്നെ എഴുതി. ഇപ്പോൾ എന്തായി? കണ്ടിന്യൂസ് സീരീസ് ആയി. ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ ക്ലാസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ക്ലാസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണം. നേരത്തെ പോലെ ഇനി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ N/4 കാണുക. Q1 ക്ലാസ് കിട്ടും. ലോവർ ലിമിറ്റ് കണ്ടെത്തുക. സി എഫ് പിന്നീട് Q1 കാണാം. പിന്നെ Q3 3n/4 കാണുക. ആ രീതിയിൽ ഇനി അടുത്ത് ഫോമുല ഉപയോഗിച്ചിട്ട് Q1ഉം Q3യും കണ്ടെത്തി. Q3 മൈനസ് Q1/2 ക്വാർട്ടർ ഡീവിയേഷൻ കാണുക. Q3 മൈനസ് Q1/Q3 പ്ലസ് Q1 കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ. ക്യാപിറ്റൽ N/4 40/4 equal to 10. Q1 ക്ലാസ് 5 to 10. ലോവർ ലിമിറ്റ് 5 ആണ്. CF 4, C5, F6. ഫോർമുല അപ്ലൈ ചെയ്തു. Q1 ഈക്വൽ ടു L പ്ലസ് N/4 മൈനസ് CF ഇൻറ്റു C/F. വാല്യൂസ് എല്ലാം എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. പിന്നെ 3n/4 കാണുക. 120/4 ഈക്വൽ ടു 30. Q3 ക്ലാസ് 20 to 25. L20, CF21, C5, F12. Q3 കണ്ടുപിടിച്ചു. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ക്വാർട്ടർ ഡീവിയേഷൻ Q3 മൈനസ് Q1/2. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ Q3 മൈനസ് Q1/Q3 പ്ലസ് Q1.
Calculate mean deviation about mean of the following values: 21, 29, 35, 10, 42, 75, 50, 30, 18, 80. Arithmetic mean കാണണം. Arithmetic mean equal to sigma x by n equal to 390 by 10 equal to 39. ഈ 390 എക്സിൻ്റെ ടോട്ടലാണ്. എക്സ് എല്ലാം കൂടി എഴുതി അതിൻ്റെ ടോട്ടലാണ് 390. 390 by 10 equal to 39. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി അല്ലെങ്കിൽ മോഡ് ഡി ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മീൻ, ദറ്റ് ഈസ് മോഡ് എക്സ് മൈനസ് 39. ഡീവിയേഷൻ ഫ്രം 39 വിത്തൗട്ട് സൈൻ. ഓരോ എക്സും 39 തമ്മിലുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് എഴുതുന്നത്. ഇപ്പോൾ 21 minus 39, mod 21 minus 39 equal to 18. Mod 29 minus 39, 10. Mod 35 minus 39, 4. Mod 10 minus 39 equal to 29. അങ്ങനെ ഓരോ വാല്യൂവിൽ നിന്നും 39 മൈനസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ഇവിടെ എഴുതി അതിൻ്റെ ടോട്ടൽ മോഡ് ഡി ഈക്വൽ ടു 182. ഇനി മീൻ ഡീവിയേഷൻ കാണാം. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ മോഡ് ഡി ബൈ എൻ ഈക്വൽ ടു 182 divided by 10, 18.2. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 18.2. ഫൈൻഡ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. സീരിയൽ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മാർക്സ് 50, 27, 38, 40, 90, 42, 70, 60, 15, 40. ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ നമുക്കിതിനൊന്ന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ നമുക്ക് താഴെ എഴുതാം. ഏറ്റവും ചെറുതാദ്യം എഴുതി 15, 27, 38, 40, 40, 42, 50, 60, 70, 90. അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് എക്സിനെ. ഇനി മീഡിയൻ കാണണം. എന്താണ് മീഡിയൻ? മീഡിയൻ ഈസ് ദി മിഡിൽ ഐറ്റം വെൻ ഐറ്റംസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇവിടെ 10 ഐറ്റംസ് ആണ്. 10 ഐറ്റംസ് ആകുമ്പോൾ മിഡിൽ ഏതാ വരുന്നത്? 5ഉം 6ഉം ആയിരിക്കും. ഈ രണ്ട് വാല്യൂസാണ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിൽ, അതായത് എക്സ് എന്നുള്ള കോളത്തിൽ അഞ്ചാമത്തെ വാല്യൂ 40, 42. ഇത് രണ്ടുമാണ് മിഡിലിൽ വരുന്നത്. 40ഉം 42ഉമാണ് മിഡിലിൽ. അപ്പോൾ 40 + 42/2 40 + 42/2 ആയിരിക്കും മീഡിയൻ. 41 ആണ് മീഡിയൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ മീഡിയനും ഈ ഓരോ എക്സും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ താഴെ എഴുതണം. 15 - 41, 15 - 41, 27 - 41, 15, 27, 38. ഇതൊക്കെയാണ് എക്സ് വാല്യൂസ്. ഈ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും 41 മൈനസ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് ഇങ്ങനെ ഇവിടെ എഴുതുക, ഡിഫറൻസ് എഴുതുക. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 26, 14, 3. അല്ല, 27 41 മൈനസ് ചെയ്താൽ ശരിക്കും -14 ആണ്. നമ്മൾ പ്ലസ് വാല്യൂ ആണ് എഴുതുന്നത്, 14. അതുപോലെ 38 41 മൈനസ് ചെയ്താൽ -3 ആണ്. പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ ആണ് എഴുതേണ്ടത്, അതുകൊണ്ട് 3. ഡിഫറൻസ് ആണ് എഴുതുന്നത്. ഡിഫറൻസ് വിത്തൗട്ട് സൈൻ അതാണ് എഴുതുന്നത്. അപ്പോൾ 26, 14, 3, 1, 1, 1, 9, 19, 29, 49, ടോട്ടൽ 152. ഇനി മീൻ ഡീവിയേഷൻ കാണും. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ സിഗ്മ മോഡ് ഡി ബൈ എൻ ഈക്വൽ ടു 152/10 ഈക്വൽ ടു 15.2. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ താഴെ എഴുതി, മിഡിൽ ഐറ്റം മീഡിയൻ കണ്ടെത്തി, പിന്നെ ആ മീഡിയനും ഓരോ എക്സ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എഴുതി, ടോട്ടൽ ചെയ്തു, മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കണ്ടെത്തി. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് എബൌട്ട് മീഡിയൻ. Calculate mean deviation about mean and about median. X 10, 11, 12, 13, 14. F 3, 12, 18, 12, 3. നമുക്ക് ആദ്യം മീൻ കാണാം. അരിത്തമെറ്റിക് മീൻ. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ സിഗ്മ FX by N ആണ്. ഇവിടെ നമുക്ക് എക്സും എഫ് ഉണ്ട്. എക്സ് കോളം എഴുതാം, എഫ് കോളം എഴുതി. ഇനി അരിത്തമെറ്റിക് മീൻ കാണാൻ വേണ്ടി FX എന്നുള്ള കോളം എഴുതി. 10 × 3 30, 11 × 12 132, 12 × 18 216, 13 × 12 156, 14 × 3 42. FX എന്നുള്ള കോളം 576 എഴുതി.
അടുത്ത സി എഫ് കോളം ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യാം. 3 + 12 15, 15 + 18 33, 33 + 12 45, 45 + 3 48. സി എഫ് കോളം എഴുതി. ഇനി നമുക്ക് മീനും മീഡിയനും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സിൻ്റെ ടോട്ടൽ 576 ആണ്. ക്യാപിറ്റൽ എൻ 48 ആണ്. 576/48 ഈക്വൽ ടു 12. ഇനി മീഡിയൻ കാണണം. മീഡിയൻ ഈക്വൽ ടു n + 1/2th ഐറ്റം. n ഇവിടെ 48 ആണ്. 48ഉം 1ഉം 49, 49/2 24.5 ആണ്. 24.5ാമത്തെ ഐറ്റം. 24.5 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സി എഫ് കോളം നോക്കൂ. 15ാമത്തെ ഐറ്റം 11 ആണ്. ആദ്യത്തെ 3 ഐറ്റം 10 ആണ്. 4 മുതൽ 15 വരെ 11 ആണ്. 16 മുതൽ 33 വരെ 16 മുതൽ 33 വരെയുള്ള ഐറ്റം 12 ആണ്. അപ്പോൾ 16 മുതൽ 33 വരെ എന്ന് പറഞ്ഞാൽ 24.5 എന്ന് പറഞ്ഞാലും 12 തന്നെയായിരിക്കും. അതുകൊണ്ട് മീഡിയൻ 12 ആണ്. അപ്പോൾ മീനും 12 ആണ്, മീഡിയനും 12 ആണ്. അതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മീൻ അല്ലെങ്കിൽ എക്സ് മൈനസ് മീഡിയൻ എന്നൊക്കെയാണ് വേണ്ടത്. രണ്ടും ഒന്നായതുകൊണ്ട് നമുക്കിത് മാത്രം മതി. മോഡ് ഡിക്ക് എക്സ് മൈനസ് 12 മതി. മീൻ ആണെങ്കിലും 12 ആണ്, മീഡിയൻ ആണെങ്കിലും 12 തന്നെയാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 12. 2 1 0 1 2. എഫ് ഇൻറ്റു മോഡ് ഡി 6 12 0 12 6. ഓരോ എഫും 2 കൂടെ ഗുണിക്കണം. 3 × 2 6, 12 × 1 12, 18 × 0 0, 12 × 1 12, 3 × 2 6, ടോട്ടൽ 36. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ആണ്. 36/48 0.75. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞാൽ ഡി എക്സ് മൈനസ് മീൻ ആയിരിക്കണം. മീൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ തന്നെ ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് എന്ന് മീഡിയൻ എന്ന് പറഞ്ഞാലും മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണെങ്കിലും സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ആണ്. ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മീഡിയൻ ആവണം. അതായത് ഇവിടെ 36 തന്നെ വരുന്നത്. 36/48 0.75. ഇവിടെ മീഡിയൻ ആയാലും മീനായാലും ഒക്കെ ഒരേ തന്നെ വരിക. കാരണം രണ്ടും 12 ആണ്, സെയിം വാല്യൂ ആണ്. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. Frequency 3, 8, 12, 9, 8. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ്. ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ക്ലാസ് എഴുതി, ഫ്രീക്വൻസി എഴുതി, മിഡ് വാല്യൂ എക്സ് എഴുതി, പിന്നെ എഫ് ഇൻറ്റു എക്സ് കണ്ടെത്തി. എഫ് ഇൻറ്റു എക്സ് കിട്ടി. ടോട്ടൽ ചെയ്യാം. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണണം. എന്താണ് അരിത്തമെറ്റിക് മീൻ? സിഗ്മ എഫ് എക്സ് ബൈ എൻ 1110/40 27.75. അപ്പോൾ ഫസ്റ്റ് കോളം ക്ലാസ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി, തേർഡ് കോളം മിഡ് വാല്യൂ എക്സ് കണ്ടെത്തുക. എങ്ങനെയാണ് മിഡ് വാല്യൂ? ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ എഫ് ഇൻറ്റു എക്സ് കണ്ടെത്തി. ആ മിഡ് വാല്യൂ എക്സും എഫും കൂടെ ഗുണിച്ചിട്ട് എഫ് എക്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ 2 കോളങ്ങൾ കൂടി ഉണ്ടാക്കണം. അതിന് ആദ്യം അരിത്തമെറ്റിക് മീൻ കാണേണ്ടതുണ്ട്. അരിത്തമെറ്റിക് മീൻ നമുക്ക് 27.75 ആണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഓരോ എക്സും 27.75 തമ്മിലുള്ള ഡിഫറൻസാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സ് 5 ആണ്. 5ഉം 27.75 തമ്മിലുള്ള ഡിഫറൻസ്. അരിത്തമെറ്റിക് മീനും എക്സും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ 22.75. പിന്നെ 15ഉം 27.75 തമ്മിലുള്ള ഡിഫറൻസ് 12.75. 25ഉം 27.75 തമ്മിലുള്ള ഡിഫറൻസ് 2.75. 35 27.75 ഡിഫറൻസ് 7.25. 45 27.75 ഡിഫറൻസ് 17.25. അങ്ങനെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളം കിട്ടി. അടുത്തത് എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി 3 × 22.75 ഈക്വൽ ടു 68.25. 8 × 12.75 ഈക്വൽ ടു 102. 12 × 2.75 33. 9 × 7.25 65.25. 8 × 17.25 138. Total 406.50 406.5. Mean deviation from mean sigma f mod d by n. Sigma f mod d എന്ന് പറയുന്നത് f mod d യുടെ ടോട്ടൽ 406.5 ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാൽ 40 10.1625. അതാണ് മീൻ ഡീവിയേഷൻ ഫ്രം
മീൻ. അപ്പോൾ ആദ്യം മീൻ കാണണം. ആദ്യം നമ്മൾ മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടതാണ്. അരിത്തമെറ്റിക് മീൻ കാണാൻ നമുക്കറിയണം. ക്ലാസ് ഫ്രീക്വൻസി മിഡ് വാല്യൂ എക്സ് എഴുതുക, എഫ് എക്സ് എഴുതുക. പിന്നീട് സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് മീൻ കണ്ടെത്തുക. അരിത്തമെറ്റിക് മീൻ കിട്ടിയാൽ അതും മിഡ് വാല്യൂ നമ്മൾ ഡിഫറൻസിൻ്റെ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഡിഫറൻസ് വിത്തൗട്ട് സൈൻ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി ആയിട്ട് എഴുതുക. പിന്നെ എഫ് കോളവും ഈ അബ്സൊല്യൂട്ട് വാല്യൂ ഡി കോളവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഫ് മോഡ് ഡി എന്നുള്ള കോളം എഴുതുക. അതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എഫിൻ്റെ ടോട്ടൽ. അതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. Calculate mean deviation from mean and mean deviation from median. Mean deviation from mean and mean deviation from median for the following distribution of scores of 50 college students: 140 to 150, 150 to 160, 160 to 170, 170 to 180, 180 to 190, 190 to 200. Frequency 4, 6, 10, 18, 9, 3. Class എഴുതി 140 to 140, 140 to 150, 150 to 160, 160 to 170, 170 to 180, 180 to 190, 190 to 200. ഫ്രീക്വൻസി നമുക്ക് താഴെ കിട്ടി, അത് എഴുതി. അതിൻ്റെ ടോട്ടൽ 50. പിന്നെ മിഡ് വാല്യൂ എക്സ്. മിഡ് വാല്യൂ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 145, 155, 165, 175, 185, 195. പിന്നീട് എഫ് ഇൻറ്റു എക്സ് എന്നുള്ള കോളം എഴുതി. 4 into 145, 6 into 155, 10 into 165, 18 into 175, 9 into 185, 3 into 195. അത് ടോട്ടൽ ചെയ്തു. അതിനുശേഷം നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണണമെങ്കിൽ എന്താണ്? അരിത്തമെറ്റിക് മീൻ ആദ്യം കണ്ടെത്തണം. അരിത്തമെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ 8560 by 50, 171.2. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണണമെങ്കിൽ സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ ആണ്. അപ്പോൾ മോഡ് ഡി വേണം, എഫ് മോഡ് ഡി വേണം. അപ്പോൾ അതുകൊണ്ട് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി എന്നുള്ള കോളം കണ്ടുപിടിക്കും. എക്സ് 145 ആണ് ആദ്യത്തെ, മീൻ 171.2 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് 145ഉം 171.2 തമ്മിലുള്ള ഡിഫറൻസ് 26.2. പിന്നീട് 155ഉം 171.2 തമ്മിലുള്ള ഡിഫറൻസ് 16.2. 165ഉം 171.2 തമ്മിലുള്ള ഡിഫറൻസ് 6.2. 175 171.2 ഡിഫറൻസ് 3.8. 185 171.2 ഡിഫറൻസ് 13.8. 195 171.2 ഡിഫറൻസ് 23.8. അങ്ങനെ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി എഴുതി. പിന്നെ എഫ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി അത് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഇൻറ്റു മോഡ് ഡി കണ്ടെത്തുക. 4 into 26.2 equal to 104.8. 6 into 16.2 97.2. 10 into 6.2 62. 18 into 3.8 68.4. 9 into 13.8 124.2. 3 into 23.8 71.4. Total എഴുതി 528. ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മീൻ സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ 528 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു 10.56. അതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കൂടി കാണണം. അത് നമ്മൾ വീണ്ടും ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ക്ലാസ് 140 to 150, 150 to 160, 160 to 170, 170 to 180, 180 to 190, 190 to 200. ഫ്രീക്വൻസി എഴുതി 4, 6, 10, 18, 9, 3, 50. കുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്ത് 4 + 6 10, 4 + 6 + 10 20. ആ രീതിയിൽ. പിന്നീട് മിഡ് വാല്യൂ എക്സ് ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 145, 55, 65, 75, 85, 95. ഇനി നമുക്ക് കാണേണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ കാണാൻ വേണ്ടി n/2 കണ്ടെത്തി. 50/2 25. 25th ഐറ്റം വരുന്ന ക്ലാസ്. ഇവിടെ 20th ഐറ്റം 160 to 170 ആണ്. അപ്പോൾ 21 തൊട്ട് 38 വരെ ഇതിലാണ് വരുന്നത്. അപ്പോൾ 25th ഐറ്റം വരുന്നത് 170 to 180 ആണ്. അതുകൊണ്ട് മീഡിയൻ ക്ലാസ് 170 to 180. എൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് 170. സി എഫ് ഈ എൽ പ്ലസ് n/2 മൈനസ് സി എഫ് ഇൻറ്റു c/f എന്നുള്ള ഫോർമുലയിലെ സി എഫ്. എന്താണ് ആ സി എഫ്? മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ സി എഫ് ആണ്. അതായത് 20. സി എഫ് 20. സി
ഈ ക്ലാസ്സിൻ്റെ ഡിഫറൻസ് ആണ് 10. എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 18. അപ്പോൾ മീഡിയൻ എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ഇൻറ്റു സി ബൈ എഫ് 170 പ്ലസ് 25 മൈനസ് 20 ഇൻറ്റു 10 ബൈ 18 170 പ്ലസ് 25 20 മൈനസ് ചെയ്താൽ 5 ഇൻറ്റു 10 50 ബൈ 18 2.78 172.78. അപ്പോൾ ഇനി നമ്മൾ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഡി കാണണം. മിഡ് വാല്യൂ എക്സും ഈ 172.78 തമ്മിലുള്ള ഡിഫറൻസ് പോസിറ്റീവ് വാല്യൂ മാത്രം ഇട്ടാൽ മതി, മൈനസ് സൈൻ ഇടേണ്ട, എല്ലാത്തിനും പോസിറ്റീവ് സൈൻ. അപ്പോൾ 145ഉം 172.78 തമ്മിലുള്ള ഡിഫറൻസ് 27.78. 155 172.78 ഡിഫറൻസ് 17.78. 165 172.78 ഡിഫറൻസ് 7.78. 175 172.78 difference 2.22. 185 172.78 difference 12.22. 195 172.78 difference 22.22. Then f into absolute value of d. 4 into 27.78, 6 into 17.78, 10 into 7.78, 18 into 2.22, 9 into 12.22, 3 into 22.22. Values total is 512.2. Then mean deviation from median, sigma f mod d by n, 512.2. 512.2 divided by 50, 10.24. 10.244 എന്നാണ് വരുന്നത്. 10.24 എന്ന് എടുക്കാം. അങ്ങനെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയനും കിട്ടി.